ഒന്ന് വൈസ് ചാൻസലർ ഇല്ല, രണ്ട് രജിസ്ട്രാർ ഇല്ല, എക്സാം കൺട്രോളർ ഇല്ല, പ്രോ വൈസ് ചാൻസലർ ഇല്ല, ഈ റിസർച്ച് ഡീനില്ല. ഈ അഞ്ചാളാരാണ് ഒരു സർവകലാശാലയുടെ? തീർച്ചയായും വലിയ രീതിയിലുള്ള വിദ്യാർത്ഥി പ്രതിഷേധം തന്നെയാണ് കെ2വിന് മുന്നിൽ ഇന്ന് ഉണ്ടായത് എന്നുള്ളത് തന്നെയാണ്. ഈ പ്രതിഷേധത്തിനൊടുവിൽ ഇപ്പോൾ VC-യെ കാണാൻ, VC-യുമായി ചർച്ച ചെയ്യാനുള്ള ഒരു സമയമടക്കം SFIക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും SFI സംസ്ഥാന പ്രസിഡന്റ് M. ശിവപ്രസാദ് നമുക്കൊപ്പമുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ കെ2 സമരം അവസാനിപ്പിക്കുന്നത്? ഇത് അവസാനിപ്പിക്കുന്ന സമരമല്ല, ഇത് തുടർച്ചയായി കേരളത്തിനകത്ത് വിവിധ സർവകലാശാലകളിൽ അക്കാഡമിക് വിഷയങ്ങൾ ഉയർത്തി SFI നടത്തുന്ന സമരത്തിൻ്റെ ഭാഗമാണ്. നിങ്ങൾ നോക്കൂ, ഇത് കേവലം ഒരു ഭരണതർക്കത്തിൻ്റെ പ്രശ്നമല്ല. കേരളത്തിലെ ചാൻസലർ എന്ന വാക്കിൻ്റെ അർത്ഥം സർവകലാശാലകളുടെ അധികാരി എന്നാണ്. ആ ചാൻസലർ കണ്ണു തുറന്ന് കേരളത്തിലെ സർവകലാശാലയിലേക്ക് നോക്കാൻ തയ്യാറാവണ്ടേ? ഈ സർവകലാശാല നമ്മളിപ്പോൾ നിൽക്കുന്ന KTU, ഇവിടെ ഒരു വൈസ് ചാൻസലർ ഇല്ല. ഇവിടെ വൈസ് ചാൻസലർ ഇല്ല എന്ന് പറഞ്ഞാൽ താൽക്കാലികമായ വൈസ് ചാൻസലർ സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് എത്ര മാസം ഇരിക്കാം? 6 മാസം. അങ്ങനെ 6 മാസം മാത്രം ഇരിക്കാൻ കഴിയുന്ന ഒരാൾ വർഷങ്ങളായി ഇങ്ങനെ ഇരുന്നു വരികയാണ്. ഹൈക്കോടതി ചെവിക്ക് പിടിച്ച് പുറത്തേക്ക് എറിഞ്ഞു. സുപ്രീം കോടതിയും പുതിയ വൈസ് ചാൻസലറെ വെക്കണമെന്ന് പറഞ്ഞു. ആ പറഞ്ഞതിനകത്തൊരു പഴുതുപയോഗപ്പെടുത്തി വീണ്ടും അതുവരെ താൽക്കാലികമായി ഇരിക്കുകയാണ്. ഒന്ന് വൈസ് ചാൻസലർ ഇല്ല, രണ്ട് രജിസ്ട്രാർ ഇല്ല, എക്സാം കൺട്രോളർ ഇല്ല, പ്രോ വൈസ് ചാൻസലർ ഇല്ല, ഈ റിസർച്ച് ഡീനില്ല. ഈ അഞ്ചാളാരാണ് ഒരു സർവകലാശാലയുടെ? വൈസ് ചാൻസലർ, രജിസ്ട്രാർ, റിസർച്ച് ഡീന്, അതോടൊപ്പം തന്നെ പ്രോ വൈസ് ചാൻസലർ, കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ. ഒരു സർവകലാശാലയെ ചലിപ്പിക്കാൻ നേതൃത്വം കൊടുക്കേണ്ടവരല്ലേ? ചാൻസലർക്ക് കാണാൻ കഴിവുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് കണ്ണുണ്ടായാലും, പക്ഷെ കാണാൻ കഴിവുണ്ടെങ്കിൽ അദ്ദേഹം സർവകലാശാലയിലേക്ക് നോക്കണ്ടേ? ഈ സർവകലാശാല ഇങ്ങനെ നമ്മുടെ മുന്നിൽ നശിച്ച് നാമാവിശേഷമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഗവൺമെൻറ് വലിയ ആശയോടെ കൊണ്ടുവന്ന കേരളത്തിലെ ടെക്നിക്കൽ വിദ്യാഭ്യാസത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന സർവകലാശാല നമ്മുടെ കൺമുന്നിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ ജീവിപ്പിക്കണ്ടേ? അതിനെ ജീവിപ്പിക്കാൻ എടുക്കേണ്ട പണിക്ക് പകരം അവനെ നശിപ്പിക്കാൻ വീണ്ടും ശ്രമിക്കാൻ എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? അതിനെ അംഗീകരിക്കാൻ നമുക്ക് കഴിയില്ല. അവിടെയാണ് SFI ഇന്ന് സമരം തുടർച്ചയായി ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായി. SFI മുമ്പ് സമരം ഏറ്റെടുത്തിരുന്നു. SFI തുടർച്ചയായി സമരം ഏറ്റെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഏതാണ്ട് 10,000-ഓളം വിദ്യാർത്ഥികൾ നേരിട്ട് ഇയർ ഔട്ട് സിസ്റ്റം ഈ അക്കാഡമിക് ഇയർ ഒഴിവാക്കി. പക്ഷേ SFI പറയുന്നത് അങ്ങനെ ഒഴിവാക്കിയാൽ പോരാ. നിലവിൽ 3-4 ബാച്ച് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഒറ്റ ബാച്ചിനെ മാത്രമാണ് ഒഴിവാക്കിയിരിക്കുന്നത്. ഇനിയും 3 ബാച്ചുകളുണ്ട്. അവരുടെ സെമ്മുകളിൽ കൂടെ ഇയർ ഔട്ട് സംവിധാനം ഒഴിവാക്കണം. ഇവിടെ വൈസ് ചാൻസലർ ഉണ്ടാവണം, രജിസ്ട്രാർ ഉണ്ടാവണം, അക്കാഡമിക് റിസർച്ച് ഡീൻ ഉണ്ടാവണം, കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ ഉണ്ടാവണം, പ്രോ വൈസ് ചാൻസലർ ഉണ്ടാവണം. ഇങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനങ്ങളിൽ ആളുകൾ ഉണ്ടാവണം. അതിനാവശ്യമായ സമരമാണ് ഏറ്റെടുക്കുന്നത്. ഞങ്ങൾ സമരം പ്രഖ്യാപിക്കുമ്പോൾ VC മുങ്ങുകയാണ്. താൽക്കാലിക VC എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നിടത്തോളം വിദ്യാർത്ഥികളുടെ ലയബിളാണ്, സംസാരിക്കാൻ ലയബിളാണ്. അല്ലെങ്കിൽ അദ്ദേഹം ഈ കസ്റ്റഡിയിൽ ഇരിക്കാതെ ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ചർച്ച ചെയ്തേ മതിയാവും. ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് 13-ാം തീയതി. അപ്പോൾ ആദ്യം അവർ പറഞ്ഞ തയ്യാറല്ല എന്നാണ്. പിന്നെ ശക്തമായ സമരം SFI നടത്തിയതിൻ്റെ ഭാഗമായി ഈ വിഷയങ്ങളാകെ ചർച്ച ചെയ്യുന്നതിന് 13-ാം തീയതി സമയം തരികയും എസ്റ്റേറ്റ് വിദ്യാർത്ഥികൾ, ഉപരിപഠനത്തിന് അവസരം ലഭിച്ച വിദ്യാർത്ഥികൾ, പലർക്കും ചെറിയ സപ്ലിമെൻ്ററി റിസൾട്ട് വരാൻ, റീവാലുവേഷൻ റിസൾട്ട് വരാൻ താമസിച്ചതിൻ്റെ പേരിൽ ഇപ്പോൾ പഠനം മുടങ്ങിയിരിക്കുകയാണ്. ആ റീവാലുവേഷൻ റിസൾട്ട് 2-2.5 മാസമായി പെൻഡിങ്ങിലാണ്. ഇപ്പോൾ SFI സമരം ചെയ്യുമ്പോഴാണ് അത് പബ്ലിഷ് ചെയ്യണമെന്ന് ഇവിടെ ഇരിക്കുന്ന അധികാരികൾക്ക് ബോധമുണ്ടാവുന്നത്. അപ്പോൾ ആ റിസൾട്ടുകൾ ഒരാഴ്ചക്കുള്ളിൽ പബ്ലിഷ് ചെയ്യാമെന്ന് ഇപ്പോൾ SFI സമരത്തിൻ്റെ ഭാഗമായി തീരുമാനിച്ചിട്ടുണ്ട്. ആ സമരം തുടർച്ചയായി ഞങ്ങൾ ഏറ്റെടുക്കും. സർവകലാശാലകൾ സ്വസ്ഥമായി ഓട്ടോണമസ് ബോഡികളായി അക്കാഡമിക് പ്രവർത്തനം കൈകാര്യം ചെയ്യുന്ന നില വരുന്നതുവരെ കേരളത്തിലെ വിവിധ സർവകലാശാലകൾ അക്കാഡമിക് വിഷയങ്ങൾ ഉയർത്തി SFI സമരം മുന്നോട്ട്